അരുൺ, ഈ എംബോക്സ് സംശയങ്ങളുള്ള ആളിന്റെ ആരോഗ്യസ്ഥിതിയും സമ്പർക്ക പട്ടിക സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ മന്ത്രി എന്തായാലും പ്രാഥമികമായി പറഞ്ഞു കാര്യങ്ങളൊക്കെ. എന്താണ് കൂടുതലായി നിപ്പയുടെയും എംബോക്സിന്റെയും സാഹചര്യം? പ്രജീഷ്, നിപ്പയ്ക്ക് പിന്നാലെ തന്നെ ആശങ്കയായി എംപോക്സും എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ജില്ലയെ സംബന്ധിച്ച് ഒരു ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യം. അവിടെയും നമ്മൾ തുടർന്നു പോകുന്ന ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ പേരിലേക്ക് രോഗമെത്താതെയുള്ള പഴുതടച്ച പ്രതിരോധമാണ് നിലവിൽ വേണ്ടത്. എംപോക്സിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ വിദേശത്ത് നിന്ന് എത്തിയ ഒതായി സ്വദേശി ഇയാളുടെ ത്വക്ക് രോഗ വിഭാഗത്തിലേക്ക് ചികിത്സയ്ക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിയ സ്വകാര്യ ആശുപത്രിയിലെത്തി. അവിടെ നിന്ന് ഈ പനിയും കയ്യിൽ കുമിള പോലുള്ള തടിപ്പുമാണ് ഉണ്ടായത്. അങ്ങനെ ഈ സംശയത്തെ തുടർന്നാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയും ചില ലക്ഷണങ്ങളും കണക്കിലെടുത്തുകൊണ്ടാണ് മങ്കി പോക്സ് സംശയം ഉണർന്നത്. പിന്നാലെ കോഴിക്കോട് ലാബിലേക്ക് സ്രവ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിന്ന് ലഭിക്കും എന്നുള്ളതാണ് DMO ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ള കാര്യം. അത്തരത്തിലൊരു ആശങ്കയായി നിലനിൽക്കുന്നുണ്ട്. ഈ മങ്കി പോക്സിനെ പറ്റി പറയുമ്പോൾ അതിന് രോഗവ്യാപന തോത് കൂടുതലാണ്, പെട്ടെന്ന് പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സമ്പർക്ക പട്ടികയൊക്കെ വേഗത്തിലാക്കി നിരീക്ഷണം ഊർജിതമാക്കണം എന്നുള്ളത് തന്നെയാണ്. നിപ്പയിലേക്ക് വരുമ്പോൾ നമ്മൾ 13 പേരുടെ സാമ്പിളുകൾക്കായി കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ തവണ 2 മാസത്തിനിടെ ഇത് 2ാം നിപ്പയാണ്. കഴിഞ്ഞ തവണ കൂടുതൽ പേരിലേക്ക് രോഗം എത്തിയില്ല എന്നുള്ളതാണ് ആശ്വാസം. അത്തരത്തിൽ ഇത്തവണയും കൂടുതൽ ഫലങ്ങൾ നെഗറ്റീവ് ആകുമ്പോൾ അത് വലിയ ആശ്വാസമാകും, വലിയൊരു ഊർജ്ജമാകും. ആളുകളുടെയും നെഗറ്റീവാണ് എന്ന ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് മന്ത്രി നേരത്തെ പങ്കുവച്ചത്. അതെ, അത്തരത്തിൽ 13 പേരുടെയും ഫലം വന്നു എന്ന് മന്ത്രി പ്രതികരിച്ചു. അപ്പോൾ പ്രതീക്ഷ അങ്ങനെയെങ്കിൽ അത് വലിയ ആശ്വാസമുള്ള കാര്യമാണ്. കഴിഞ്ഞ 2ാം തവണയാണ് നിപ്പ വരുന്നത്. അപ്പോഴും മന്ത്രി പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇത് വലിയ നമുക്ക് ഈ ഒരു റിസൾട്ടുകൾ നെഗറ്റീവ് ആവുന്നുണ്ട്. ഇത്തരത്തിലുള്ള പഴുതടച്ച പ്രതിരോധം വേണം, കൃത്യമായ ഐസൊലേഷനിലാക്കി. ഇപ്പോൾ അത്തരത്തിലുള്ള ഗുരുതരമായ സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ. നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എത്താം.